സൂര്യപ്രകാശത്തിന് പോലും കടന്നു ചെല്ലാൻ ഭയമുള്ളതുപോലെ തോന്നിപ്പിക്കുന്ന പഴയ തറവാടിൻ്റെ അകത്തളം. കരിങ്കല്ല് പാകിയ തറയിൽ ചന്ദനത്തിരിയുടെ ഗന്ധം പടർന്നു കിടക്കുന്നു. പുറത്ത് പെയ്യാൻ വെമ്പി നിൽക്കുന്ന കാർമേഘങ്ങളെ സാക്ഷിയാക്കി ആ കുടുംബത്തിൻ്റെ വിധി നിർണയിക്കപ്പെടുകയായിരുന്നു. പ്രശസ്ത ജ്യോത്സ്യൻ ദാമോദര പണിക്കർ തൻ്റെ മുന്നിലെ കവടി നിർത്തി ദീർഘമായി നിശ്വസിച്ചു. അപ്പുറത്തിരിക്കുന്ന രാഘവൻ നായരുടെ മുഖത്ത് ഭയം നിഴലിക്കുന്നുണ്ടായിരുന്നു. ബിസിനസ് സാമ്രാജ്യത്തിലെ രാജാവായ രാഘവൻ നായർ ഇന്ന് വെറും ഒരു സാധാരണക്കാരനെ പോലെ വിറയ്ക്കുകയാണ്. തൻ്റെ ഏക മകൻ ദേവനാരായണൻ ജാതകത്തിലെ ആ കറുത്ത പുള്ളി അയാളെ അത്രമേൽ ഭയപ്പെടുത്തിയിരുന്നു. രാഘവൻ നായരെ, ഞാൻ മുമ്പേ പറഞ്ഞതാണ്, പണിക്കർ ഗൗരവത്തിൽ പറഞ്ഞു. ദേവന്റെ ജാതകത്തിൽ ഇപ്പോൾ ചൊവ്വയും രാഹുവും ചേർന്ന് നിൽക്കുന്ന ഈ ദോഷം നിസ്സാരമല്ല, കഠിനമായ കളത്ര ദോഷമാണ്. അവൻ്റെ ജീവിതത്തിലേക്ക് ആദ്യം കടന്നു വരുന്ന പെൺകുട്ടിക്ക് ആയുസ് കുറവാണ്. വിവാഹം കഴിഞ്ഞ് 1 വർഷത്തിനുള്ളിൽ അവൾ ഈ ഭൂമിയിൽ നിന്നും വിട പറയും. ഇതൊഴിവാക്കാൻ മറ്റൊരു വഴിയുമില്ല. മുറിയുടെ മൂലയിൽ ഒളിച്ചു നിന്ന് ഈ വാക്കുകൾ കേൾക്കുകയായിരുന്നു മാളവിക. ദേവന്റെ മുറപ്പെണ്ണ്. അവൾ അവനെ സ്നേഹിക്കുന്നുണ്ട്. പക്ഷെ അതിനേക്കാളേറെ അവൾ സ്വന്തം ജീവിതത്തെയും ആ തറവാട്ടിലെ സമ്പത്തിനെയും സ്നേഹിച്ചിരുന്നു. അവളുടെ ഉള്ളിൽ ഒരു മിന്നൽ പിണർ പാഞ്ഞുപോയി. മരണം. ദേവനെ വിവാഹം കഴിച്ചാൽ താൻ മരിക്കുമെന്നോ? അല്പം മുൻപ് വരെ കണ്ട സ്വപ്നങ്ങളെല്ലാം കരിഞ്ഞുണങ്ങുന്നത് അവൾ അറിഞ്ഞു. രാഘവൻ നായർ മാളവികയുടെ അടുത്തേക്ക് വന്നു. മോളെ, നീ കേട്ടല്ലോ, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ദേവന് നിന്നെ അത്രയ്ക്കിഷ്ടമാണ്. മാളവിക തന്റെ കണ്ണുനീർ തുടച്ചു. പക്ഷെ അവളുടെ കണ്ണുകളിൽ ഭയത്തിന് പകരം ഒരു കുടില ബുദ്ധി തെളിഞ്ഞു. അങ്കിൾ, എനിക്ക് ദേവനെ നഷ്ടപ്പെടുത്താൻ കഴിയില്ല. പക്ഷെ മരിക്കാൻ എനിക്ക് പേടിയാണ്. നമുക്കൊരു കാര്യം ചെയ്താലോ? ദേവൻ ഇപ്പോൾ അറിയേണ്ട ഈ ജാതക പ്രശ്നം. അവൻ വിശ്വസിക്കുന്നത് അവൻ്റെ ദോഷമെല്ലാം മാറിയെന്നാണ്. നമുക്ക് അവനെ കൊണ്ട് മറ്റൊരു വിവാഹം കഴിപ്പിക്കാം. ആരോരുമില്ലാത്ത പാവപ്പെട്ട ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ. അവൾക്ക് കുറച്ചു കാലം മാത്രമേ ആയുസുള്ളൂ എങ്കിൽ അത് വിധിയെന്ന് കരുതാം. അവൾ പോയി കഴിഞ്ഞാൽ ദേവനെ എനിക്ക് വിവാഹം കഴിച്ചു തരുമെന്ന് അങ്കിൾ വാക്ക് തരണം. രാഘവൻ നായർ ഒന്ന് ഞെട്ടി. ഒരു പെൺകുട്ടിയുടെ ജീവിതം വെച്ച് പന്താടുകയോ? പക്ഷേ മകൻ്റെ ജീവിതവും അവൻ്റെ ഭാവി ജീവിതവും ഓർത്തുപോയ അച്ഛൻ ആ ചതിക്ക് സമ്മതം മൂളി. അതേസമയം നഗരത്തിലെ ഒരു ചെറിയ വാടക വീട്ടിൽ അനഘ തൻ്റെ അച്ഛൻ്റെ അരികിലിരുന്ന മരുന്നുകൾ നൽകുകയായിരുന്നു. ബിസിനസ് തകർച്ചയും അസുഖങ്ങളും ആ കുടുംബത്തെ തകർത്തിരുന്നു. ലക്ഷങ്ങളുടെ കടബാധ്യത അവർക്ക് മുന്നിലുണ്ട്. അവളുടെ വലിയ കണ്ണുകളിൽ കത്തുന്ന ദാരിദ്ര്യത്തിൻ്റെ കനലുകൾ ആരും കണ്ടില്ല. അടുത്ത ദിവസം തന്നെ രാഘവൻ നായരുടെ ദൂതൻ അനഘയുടെ വീട്ടിലെത്തി. വലിയ തറവാട്ടിലെ ഏക മകന് വേണ്ടി ഒരു ആലോചന. അവർക്ക് വിശ്വസിക്കാനായില്ല. പണമോ സ്വർണമോ വേണ്ട, അനഘയെ മാത്രം മതിയെന്നായിരുന്നു അവരുടെ ആവശ്യം. അനഘയുടെ അച്ഛൻ സന്തോഷം കൊണ്ട് കരഞ്ഞുപോയി. പക്ഷെ അനഘയുടെ ഉള്ളിൽ എന്തോ ഒരു അസ്വസ്ഥത പുകഞ്ഞു. ഇത്രയും വലിയൊരു കുടുംബം തന്നെ എന്തിനു തിരഞ്ഞെടുത്തു? വിവാഹ നിശ്ചയത്തിൻ്റെ ദിവസം ദേവൻ സുന്ദരനായി വന്നിറങ്ങി. മാളവികയുടെ അടുത്തുണ്ടായിരുന്നിട്ടും അവൻ അല്പം ദൂരെയുള്ള അനഘയെ നോക്കി. അവളുടെ മുഖത്തെ നിഷ്കളങ്കത അവനെ ആകർഷിച്ചു. അവൾക്ക് കൊടുക്കാൻ പോകുന്ന താലിക്ക് പിന്നിൽ ഒരു മരണവാറണ്ട് ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് ദേവൻ അറിഞ്ഞില്ല. അവൻ കരുതിയത് തൻ്റെ ജാതകദോഷം മാറിയെന്നും അച്ഛൻ്റെ ഇഷ്ടപ്രകാരം ഒരു പാവപ്പെട്ട പെൺകുട്ടിയെ വിവാഹം കഴിച്ച് ജീവിതം തുടങ്ങാമെന്നുമാണ്. മാളവിക അനഘയുടെ അടുത്തേക്ക് നടന്നു. ഒരു വശ്യമായ ചിരിയോടെ അവൾ പറഞ്ഞു, അനഘ, നീ ഭാഗ്യവതിയാണ്. ഈ വലിയ വീട്ടിലെ എല്ലാ സൗഭാഗ്യങ്ങളും നിനക്കുള്ളതാണ്. കുറച്ചു കാലത്തേക്കെങ്കിലും ആ വാക്കുകളിലെ വിഷം അനഘ തിരിച്ചറിഞ്ഞില്ല. പുറത്ത് മഴ പെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. ദേവന്റെയും അനഘയുടെയും ജീവിതത്തിലേക്ക് വിധി അതിൻ്റെ കറുത്ത കൈകൾ നീട്ടിക്കഴിഞ്ഞു. മാളവിക ദൂരെ നിന്ന് അവരെ നോക്കി മനസ്സിൽ പറഞ്ഞു, 1 വർഷം, വെറും 1 വർഷം കൂടി കഴിഞ്ഞാൽ വെറും 1 വർഷം കൂടി കഴിഞ്ഞാൽ നീ ഇവിടെ ഉണ്ടാകില്ല അനഘ. അന്നീ സിംഹാസനത്തിൽ ഞാനിരിക്കും. പുറത്ത് കർക്കിടകത്തിൻ്റെ കനത്ത മഴ പെയ്തുകൊണ്ടിരിക്കുന്നു. വലിയ തറവാടിൻ്റെ പൂമുഖത്തെ നിലവിളക്കിൻ്റെ പ്രഭയിൽ അനഘ നിൽക്കുമ്പോൾ അവളുടെ ഉള്ളിൽ വല്ലാത്തൊരു ഭയമായിരുന്നു. കഴുത്തിൽ വീണ പുതിയ താലിയുടെ ഭാരം അവൾക്ക് താങ്ങാവുന്നതിലും അധികമായിരുന്നു. പട്ടുപുതച്ചും സ്വർണ്ണാഭരണങ്ങൾ അണിഞ്ഞും നിൽക്കുമ്പോഴും താൻ അതിലെ ഒരു വലിയ കൊട്ടാരത്തിലെ തടവുകാരിയാണോ എന്നൊരു തോന്നൽ അവളിൽ നാം വിട്ടു. ദേവനാരായണൻ തൻ്റെ അരികിൽ നിൽക്കുമ്പോൾ അവൾ അവനെ ഒന്ന് നോക്കി. ഗൗരവക്കാരനാണെങ്കിലും അയാളുടെ കണ്ണുകളിൽ ഒരുതരം ശാന്തതയുണ്ട്. താൻ കാരണം അവളുടെ കുടുംബത്തിൻ്റെ കടമെല്ലാം വീട്ടപ്പെട്ടു എന്ന നന്ദി മാത്രമാണ് ആ നിമിഷം അനഘയെ ആശ്വസിപ്പിച്ചത്. അനഘ, അകത്തേക്ക് കയറിക്കോളൂ.
ദേവന്റെ അച്ഛൻ രാഘവൻ നായരുടെ ശബ്ദത്തിൽ പതിവില്ലാത്തൊരാകുലതയുണ്ടായിരുന്നു. അത് സ്നേഹമാണോ അതോ വരാനിരിക്കുന്ന ദുരന്തത്തോടുള്ള ഭയമാണോ എന്ന് തിരിച്ചറിയാൻ അവൾക്ക് കഴിഞ്ഞില്ല. പാലുമായി മുറിയിലേക്ക് കയറാൻ ഒരുങ്ങുമ്പോൾ മാളവിക അവളെ തടഞ്ഞു. മാളവികയുടെ മുഖത്തൊരു വശ്യമായ ചിരിയുണ്ടായിരുന്നു. പക്ഷെ കണ്ണുകളിൽ കത്തുന്ന പക അനഘ കണ്ടില്ല. എന്താ അനഘ, പേടിയുണ്ടോ? ഈ തറവാട്ടിലെ മരുമകളാവുക എന്നത് വലിയൊരു ഭാഗ്യമാണ്. പക്ഷെ ആ ഭാഗ്യം എല്ലാവർക്കും ഒരേപോലെ അനുഭവിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. മാളവിക അവളുടെ കാതിൽ മന്ത്രിച്ചു. ആ വാക്കുകളിലെ അർത്ഥം മനസ്സിലാകാതെ അനഘ തരിച്ചു നിന്നു. മുറിക്കുള്ളിൽ ദേവൻ ജനാലയ്ക്കൽ പെയ്യുന്ന മഴ നോക്കി നിൽക്കുകയായിരുന്നു. അനഘ പാലുമായി അടുത്ത് ചെന്നപ്പോൾ അവൻ തിരിഞ്ഞു നോക്കി. നിനക്ക് ഈ വിവാഹത്തിന് പൂർണ്ണ സമ്മതമായിരുന്നോ? ദേവൻ ശാന്തമായി ചോദിച്ചു. അതെ, എൻ്റെ അച്ഛൻ സന്തോഷമായിരിക്കുന്നു. ഇത് അനഘ പതുക്കെ പറഞ്ഞു. എനിക്കും അച്ഛൻ്റെ വാക്കിനപ്പുറം ഒന്നുമില്ലായിരുന്നു. എൻ്റെ ജാതകത്തിലെ ചില തടസ്സങ്ങൾ കാരണമാണ് കല്യാണം വൈകിയത്. ഇപ്പോൾ എല്ലാം ശുഭമായി എന്ന് അച്ഛൻ പറഞ്ഞു. ഇനിയുള്ള കാലം നീ ഈ വീടിൻ്റെ വിളക്കായി ഇവിടെ ഉണ്ടാവണം. ദേവന്റെ വാക്കുകൾ കേട്ടപ്പോൾ അനഘയുടെ മനസ്സിൽ ഒരല്പം ആശ്വാസം തോന്നി. അയാൾക്ക് അവളോട് അവഗണനയില്ല. എന്നാൽ താൻ കേവലം ഒരു പകരക്കാരിയാണെന്നും തൻ്റെ മരണം കാത്തിരിക്കുന്നവരാണ് ഈ വീട്ടിലുള്ളതെന്നും ദേവൻ പോലും അറിഞ്ഞിരുന്നില്ല. അടുത്ത ദിവസം രാവിലെ തറവാട്ടിലെത്തിയ ജോത്സ്യൽ ദാമോദര പണിക്കരെ രാഘവൻ നായർ രഹസ്യമായി കാണാൻ ചെന്നു. പണിക്കരെ, കല്യാണം കഴിഞ്ഞു. ഇനി എപ്പോഴാണ് അപകടം സംഭവിക്കുക? രാഘവൻ നായർ പതർച്ചയോടെ ചോദിച്ചു. വിധി അതിൻ്റെ വഴിക്ക് വരും നായരെ. അടുത്ത 12 മാസങ്ങൾ നിർണായകമാണ്. ഈ പെൺകുട്ടിക്ക് ഓരോ ദിവസവും ഓരോ പരീക്ഷണങ്ങളായിരിക്കും. അവൾക്ക് എന്ത് സംഭവിച്ചാലും അത് ദേവന്റെ ജാതകദോഷം കാരണമാണെന്ന് ഉറപ്പിക്കാം. അത് കഴിഞ്ഞാൽ പിന്നെ ദേവൻ ആയുസ്സുണ്ടാകും. ഇതെല്ലാം മറഞ്ഞു നിന്ന് കേൾക്കുകയായിരുന്നു മാളവിക. അവൾക്ക് സന്തോഷം അടക്കാനായില്ല. 1 വർഷം, വെറും 365 ദിവസങ്ങൾ. അത് കഴിഞ്ഞാൽ ഈ വലിയ വീടും സ്വത്തും ദേവനും അവളുടേതാകും. ദിവസങ്ങൾ കടന്നുപോയി. അനഘ ആ തറവാട്ടിലെ ഓരോ ജോലികളിലും വ്യാപൃതയായി. എല്ലാവരെയും സ്നേഹം കൊണ്ട് കീഴടക്കാൻ അവൾ ശ്രമിച്ചു. ദേവന്റെ അമ്മയ്ക്ക് അവളോടുള്ള സ്നേഹം വർദ്ധിച്ചു വന്നു. എന്നാൽ രാഘവൻ നായരും മാളവികയും അവളെ കാണുന്നത് വരാനിരിക്കുന്ന ഒരു ദുരന്തത്തിന്റെ നിഴലായിട്ടാണ്. ഒരു ദിവസം രാത്രി ദേവൻ ഓഫീസിൽ നിന്നും വരാൻ വൈകി. അനഘ പൂമുഖത്ത് അവനെ കാത്തിരിക്കുകയായിരുന്നു. പെട്ടെന്നൊരു വലിയ കാറ്റ് വീശുകയും ഉമ്മറത്തെ നിലവിളക്ക് അണയുകയും ചെയ്തു. അത് കണ്ട് ഓടി വന്ന രാഘവൻ നായർ അലറി. വിളക്കണഞ്ഞു അനഘേ, നീ എന്ത് പണിയാണ് കാണിച്ചത്? ഇത് അശുഭ സൂചനയാണ്. അനഘ ഭയന്ന് വിറച്ചുപോയി. വെറുമൊരു കാറ്റിൽ വിളക്കണഞ്ഞതിന് എന്തിനാണ് ഇത്രയധികം ശുണ്ഠിയെടുക്കുന്നത് എന്ന് അവൾക്ക് മനസ്സിലായില്ല. പക്ഷേ മാളവിക പിന്നിൽ നിന്ന് പരിഹാസത്തോടെ ചിരിക്കുന്നത് അവൾ കണ്ടു. തുടങ്ങി അനഘേ, നിന്റെ ജീവിതത്തിലെ കറുത്ത നിഴലുകൾ ഈ വീട്ടിൽ വീണു തുടങ്ങിയിരിക്കുന്നു. ഇനി ഓരോന്നായി കണ്ടു തുടങ്ങാം, മാളവിക പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു. ആ രാത്രി അനഘയ്ക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. തൻ്റെ ജീവിതത്തിൽ എന്തോ വലിയൊരു രഹസ്യം ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് അവൾ തിരിച്ചറിഞ്ഞു തുടങ്ങി. ഭർത്താവായ ദേവന്റെ സ്നേഹവും മറുവശത്ത് തന്നെ ശത്രുവായി കാണുന്ന ചില കണ്ണുകളും. അവൾ ഒരു വലിയ കെണിയിൽ അകപ്പെട്ടിരിക്കുകയാണോ? പുറത്തെ മഴ തോർന്നിട്ടില്ല. കാറ്റിൽ മരച്ചില്ലകൾ തറവാടിന്റെ ചുമരിൽ തട്ടുന്ന ശബ്ദം ഒരു വിലാപം പോലെ അനഘയ്ക്ക് തോന്നി. താൻ മരിക്കാൻ വേണ്ടി വിവാഹം കഴിക്കപ്പെട്ടവളാണെന്ന് അവൾ എന്ന് തിരിച്ചറിയും? കാലം അതിൻ്റെ പ്രയാണം തുടർന്നു. മഴക്കാലം മാറി തുലാവർഷത്തിന്റെ തണുപ്പിലേക്ക് തറവാട് വഴിമാറി. അനഘ ആ വീട്ടിലെ വെറുമൊരു മരുമകളല്ല, പകരം ആ വീടിന്റെ ജീവനായി മാറിക്കഴിഞ്ഞിരുന്നു. ദേവന്റെ അമ്മയ്ക്ക് അവൾ സ്വന്തം മകളെ പോലെയാണ്. എന്നാൽ രാഘവൻ നായരുടെയും മാളവികയുടെയും കണ്ണുകളിൽ അവൾ ഇപ്പോഴും ഒരു ബലിമൃഗം മാത്രമായിരുന്നു. ദേവൻ പതുക്കെ അനഘയിലേക്ക് അടുക്കുകയായിരുന്നു. തുടക്കത്തിലുണ്ടായിരുന്ന അകൽച്ച മാറി. അവളിലെ നിഷ്കളങ്കത അവനെ വല്ലാതെ ആകർഷിച്ചു തുടങ്ങി. ഒരു വൈകുന്നേരം ഓഫീസിൽ നിന്നും നേരത്തെ എത്തിയ ദേവൻ കാണുന്നത് തറവാടിന്റെ പിൻവശത്തെ കുളക്കടവിൽ ഇരുന്ന് പൂക്കൾ കോർക്കുന്ന അനഘയാണ്. അനഘ, അവൻ പതുക്കെ വിളിച്ചു. അവൾ ഞെട്ടിത്തിരിഞ്ഞ് അവനെ നോക്കി. അവളുടെ നെറ്റിയിലെ ചന്ദനക്കുറിയും മുടിയിലെ തുളസിക്കതിരും കണ്ടപ്പോൾ ദേവന്റെ ഉള്ളിൽ ഒരുതരം അനുരാഗം വിരിഞ്ഞു. ദേവേട്ടൻ എപ്പോഴാ വന്നത്? ഞാൻ അറിഞ്ഞില്ല. ഇപ്പോൾ വന്നതേയുള്ളൂ. നിന്നെ ഇവിടെ കണ്ടപ്പോൾ വരാൻ തോന്നി. നിനക്ക് ഈ വീടുമായി ഇണങ്ങാൻ പറ്റുന്നുണ്ടോ? ആരെങ്കിലും നിന്നെ വിഷമിപ്പിക്കുന്നുണ്ടോ? അവൻ അവളുടെ അരികിൽ ഇരുന്ന് ചോദിച്ചു. അനഘയുടെ ഉള്ളിൽ ഒരു വിങ്ങൽ ഉണ്ടായിരുന്നു. മാളവികയുടെ കുത്തുവാക്കുകളും രാഘവൻ നായരുടെ അകാരണമായ ദേഷ്യവും അവളെ പലപ്പോഴും വേദനിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അവളത് പുറത്ത് കാട്ടിയില്ല. ഇല്ല ദേവേട്ട, എല്ലാവർക്കും എന്നോട് വലിയ സ്നേഹമാണ്. പക്ഷേ ചിലപ്പോൾ എനിക്കും തോന്നാറുണ്ട് എല്ലാവരും എന്നിൽ നിന്നും എന്തോ ഒളിക്കുന്നുണ്ടെന്ന്. ദേവൻ ചിരിച്ചു. അതൊക്കെ നിന്റെ തോന്നലാവാം. എൻ്റെ ജാതകദോഷം കാരണം എല്ലാവർക്കും ഒരു പേടി ഉണ്ടായിരുന്നു. പക്ഷെ നീ വന്ന ശേഷം ആ ദോഷമെല്ലാം മാറിയെന്ന് അച്ഛൻ പറഞ്ഞു. നീ എനിക്ക് ഭാഗ്യമാണ് അനഘ.
ദേവന്റെ ആ വാക്കുകൾ കേട്ടപ്പോൾ അനഘയുടെ മനസ്സ് നിറഞ്ഞു. പക്ഷേ അതേസമയം തറവാടിന്റെ മുകളിലത്തെ നിരയിലെ ജനാലയ്ക്കൽ നിന്ന് മാളവിക ഇവരെ രൂക്ഷമായി നോക്കുന്നുണ്ടായിരുന്നു. അവളുടെ ഉള്ളിൽ അസൂയ കത്തുകയായിരുന്നു. അവൾ ഇത്ര വേഗം അവന്റെ മനസ്സിൽ ഇടം പിടിക്കുമെന്ന് ഞാൻ കരുതിയില്ല. മാളവിക പല്ല് കടിച്ചുകൊണ്ട് സ്വയം പറഞ്ഞു. പക്ഷെ അധികകാലം വേണ്ട. ജോത്സ്യൻ പറഞ്ഞ കാലാവധി അടുക്കുകയാണ്. 6 മാസം കഴിഞ്ഞു. ഇനിയുള്ള 6 മാസത്തിനുള്ളിൽ ഇവൾക്ക് എന്തെങ്കിലും സംഭവിച്ചേ പറ്റൂ. അടുത്ത ദിവസം രാഘവൻ നായർ മാളവികയെ രഹസ്യമായി വിളിച്ചു. മോളെ, ദേവനും അവളും തമ്മിൽ ഒരുപാട് അടുക്കുന്നുണ്ട്. അവൾക്ക് എന്തെങ്കിലും പറ്റിയാൽ അവൻ തകർന്നു പോകും. നമുക്ക് ജോത്സ്യനെ ഒന്നുകൂടി കണ്ടാലോ? ദോഷം മാറാൻ വല്ല പൂജയും വേണോ എന്ന് ചോദിക്കാം. അങ്കിൾ പേടിക്കേണ്ട. ജാതകം സത്യമാണെങ്കിൽ അവൾക്ക് അന്ത്യം ഉറപ്പാണ്. നമ്മളൊന്നും ചെയ്യേണ്ടതില്ല. വിധി അതിൻ്റെ ജോലി ചെയ്തോളും. മാളവിക കുടിലതയോടെ പറഞ്ഞു. അനഘയുടെ ജന്മദിനം വന്നെത്തി. ദേവൻ അവൾക്കായി ഒരു മനോഹരമായ സ്വർണ്ണമാല വാങ്ങി നൽകി. അന്ന് രാത്രി അവർ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ മാളവിക കരുതിക്കൂട്ടിയൊരു പ്രശ്നമുണ്ടാക്കി. അനഘേ, നിന്റെ കഴുത്തിലെ മാല കൊള്ളാം, പക്ഷെ നീ സൂക്ഷിക്കണം. പഴയ തറവാടുകളിൽ ചില ആഭരണങ്ങൾ ചിലർക്ക് ചേരില്ല. ചിലപ്പോൾ അത് ദോഷം കൊണ്ടുവരും. മാളവിക ഗൗരവത്തിൽ പറഞ്ഞു. എന്താ മാളവിക നീ പറയുന്നത്? ദേവൻ ദേഷ്യത്തോട് ചോദിച്ചു. ഞാൻ വെറുതെ പറഞ്ഞല്ല ദേവ. നിനക്കറിയില്ലേ നിന്റെ ജാതകത്തിലെ പഴയ കഥ? ആദ്യ ഭാര്യ അവൻ പാതിയിൽ നിർത്തി. അനഘയുടെ കയ്യിലിരുന്ന സ്പൂൺ താഴെ വീണു. ആദ്യ ഭാര്യയോ? എന്താ മാളവിക ചേച്ചി ഉദ്ദേശിച്ചത്? മുറിയിൽ പെട്ടെന്നൊരു നിശബ്ദത പടർന്നു. രാഘവൻ നായർ മാളവികയെ കണ്ണൂരിട്ടി കാണിച്ചു. ദേവൻ വല്ലാതെ അസ്വസ്ഥനായി. ഒന്നുമില്ല അനഘ, അവൾ വെറുതെ ഓരോന്ന് പറയുന്നതാണ്. നീ കഴിക്ക്, ദേവൻ പറഞ്ഞു. പക്ഷെ അനഘയുടെ ഉള്ളിൽ ആ സംശയം ഒരു കനലായി അവശേഷിച്ചു. എന്താണ് ആദ്യ ഭാര്യ എന്ന പ്രയോഗം കൊണ്ട് മാളവിക ഉദ്ദേശിച്ചത്? ദേവേട്ടന് മുൻപ് വിവാഹം നിശ്ചയിച്ചിരുന്നോ? അതോ തൻ്റെ ജീവിതത്തിന് എന്തെങ്കിലും ഭീഷണിയുണ്ടോ? ആ രാത്രി അനഘ ഉറങ്ങിയില്ല. രാത്രി വൈകി തറവാടിന്റെ പൂമുഖത്ത് ആരോ സംസാരിക്കുന്ന അവൾ കേട്ടു. പതുക്കെ ചെന്ന് നോക്കിയപ്പോൾ രാഘവൻ നായരും ജോത്സ്യനും സംസാരിക്കുകയായിരുന്നു. രാഘവൻ നായരെ, സമയം അടുക്കുന്നു. അടുത്ത അമാവാസിക്ക് മുൻപ് അവൾക്കൊരു കണ്ടകശനി വരുന്നുണ്ട്. വലിയൊരു അപകടം അവളെ തേടി വരും. അത് നടന്നാലേ നിങ്ങളുടെ മകന്റെ ആയുസ് നീട്ടിക്കിട്ടു. ജോത്സ്യന്റെ വാക്കുകൾ ഒരു ഇടുത്തി പോലെ അനഘയുടെ കാതുകളിൽ പതിച്ചു. അനഘയുടെ കാലുകൾ വിറച്ചു. താൻ ഒരു ഭാര്യയായിട്ടല്ല, പകരം തൻ്റെ ഭർത്താവിൻ്റെ ആയുസിന് വേണ്ടിയുള്ളൊരു ബലിയാടായിട്ടാണ് ഇവിടെ എത്തിയതെന്ന് അവൾ ഞെട്ടലോടെ തിരിച്ചറിഞ്ഞു. തൻ്റെ മരണം ഈ വീട്ടുകാർ ആഗ്രഹിക്കുന്നു. അവൾ പതുക്കെ മുറിയിലേക്ക് മടങ്ങി. ഉറങ്ങിക്കിടന്ന ദേവനെ നോക്കിയപ്പോൾ അവളുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ഒഴുകി. ദേവേട്ട, നിങ്ങളും ഇതിൽ പങ്കാളിയാണോ? എൻ്റെ മരണം കണ്ടിട്ടാണോ നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നത്? താൻ കേട്ടത് സത്യമാണോ എന്ന് വിശ്വസിക്കാൻ അനഘയ്ക്ക് കഴിഞ്ഞില്ല. തറവാടിന്റെ ഇടനാഴിയിലൂടെ അവൾ വേച്ച് നടന്നു. ഭിത്തിയിൽ തൂക്കിയിട്ടിരുന്ന പൂർവികരുടെ ചിത്രങ്ങൾ അവളെ നോക്കി പരിഹസിക്കുന്നത് പോലെ തോന്നി. ഓരോ ചിത്രത്തിനും ഓരോ രഹസ്യങ്ങൾ പറയാനുണ്ടായിരുന്നു. നീ ഒരു വിരുന്നുകാരിയല്ല അനഘ, നീ ഒരു ബലിമൃഗമാണ്. ആ ചുവരുകൾ മന്ത്രിക്കുന്നത് പോലെ അവൾക്ക് തോന്നി. മുറിയിലെത്തി അനഘ കട്ടിലിരുന്ന് തേങ്ങി. ഉറങ്ങിക്കിടക്കുന്ന ദേവന്റെ മുഖത്തേക്ക് അവൾ നോക്കി. ആ മുഖത്ത് കപടതയുണ്ടോ? ഇത്രയധികം തന്നെ സ്നേഹിക്കുന്നതായി അഭിനയിക്കുന്നത് തന്റെ മരണം കാണാനാണോ? ഇല്ല, ദേവേട്ടൻ അത് കഴിയില്ല. പക്ഷെ തന്റെ അച്ഛനും മാളവികയും പറയുന്നത് കേട്ട് അയാൾ മൗനം പാലിക്കുകയാണോ? ചോദ്യങ്ങൾ അവളുടെ ഉള്ളിൽ തിരതള്ളി. അടുത്ത ദിവസം രാവിലെ തറവാട്ടിൽ ഒരു പ്രത്യേക പൂജ നടന്നു. ആയുർസൂക്ത പുഷ്പാഞ്ജലി എന്നാണ് പറഞ്ഞതെങ്കിലും അത് ദേവന്റെ ദോഷം മാറ്റാനാണെന്ന് അനഘയ്ക്ക് അറിയാമായിരുന്നു. പൂജ കഴിഞ്ഞ് പ്രസാദം നൽകിയപ്പോൾ രാഘവൻ നായരുടെ കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. മകന്റെ ആയുസ്സിന് വേണ്ടി മറ്റൊരുവളുടെ ജീവൻ പണയം വെക്കുന്നതിലെ കുറ്റബോധം അയാളുടെ മുഖത്ത് നിഴലിച്ചു. അനഘെ, ഇന്ന് വൈകുന്നേരം നീ ഒറ്റയ്ക്ക് കാവിൽ വിളക്ക് തെളിയിക്കണം. ജോത്സ്യൻ പറഞ്ഞതാണ്, രാഘവൻ നായർ ഗൗരവത്തിൽ പറഞ്ഞു. കാട് പിടിച്ചു കിടക്കുന്ന പഴയ സർപ്പക്കാവ്. അവിടെ സന്ധ്യയ്ക്ക് ഒറ്റയ്ക്ക് പോകുന്നത് ആരും ഇഷ്ടപ്പെട്ടിരുന്നില്ല. പക്ഷെ അനഘ അനുസരിച്ചു. അവളുടെ ഉള്ളിൽ ഭയത്തേക്കാളേറെ വാശിയായിരുന്നു. വിധിയെ തോൽപ്പിക്കാൻ തനിക്ക് കഴിയുമോ എന്ന പരീക്ഷണം. സന്ധ്യ മയങ്ങി. ആകാശത്ത് കറുത്ത മേഘങ്ങൾ ഉരുണ്ടുകൂടി. അനഘ ഒരു വിളക്കുമായി കാവിലേക്ക് നടന്നു. മരങ്ങൾ കാറ്റിൽ ഉലയുന്നത് ഭയാനകമായ ശബ്ദമുണ്ടാക്കി. കാവിനടുത്തെത്തിയപ്പോൾ പെട്ടെന്നൊരു വലിയ മരക്കൊമ്പ് അവളുടെ തൊട്ടുമുന്നിൽ ഒടിഞ്ഞു വീണു. തലനാരിഴയ്ക്കാണ് അവൾ രക്ഷപ്പെട്ടത്. അവിടെ ഒളിച്ചിരുന്ന മാളവിക ഇത് കണ്ട് നിരാശയോടെ പിന്മാറി. ജോത്സ്യൻ പറഞ്ഞ അപകടം ഇതാണോ? മാളവിക കരുതിക്കൂട്ടിയ ആ മരക്കൊമ്പ് മുറിച്ചു വെച്ചിരുന്നതാണ്. പക്ഷെ അനഘയുടെ പുണ്യം അവളെ രക്ഷിച്ചു. അനഘ വിളക്ക് തെളിയിച്ച് തിരികെ വരുമ്പോൾ മഴ പെയ്യാൻ തുടങ്ങിയിരുന്നു. വഴിയിൽ വെച്ച് അവൾ ദേവനെ കണ്ടു. അവൻ കുടയുമായി അവളെ തിരിഞ്ഞു വരികയായിരുന്നു. അനഘ, നീ എന്തിനാ ഈ നേരത്തെ ഇവിടെ വന്നത്? അച്ഛൻ പറഞ്ഞാലും നീ സൂക്ഷിക്കണ്ടേ? ഇവിടെ പാമ്പും മറ്റും ഉണ്ടാകില്ലേ? ദേവൻ ആകുലതയോടെ അവളുടെ കൈകളിൽ പിടിച്ചു. അനഘ അവന്റെ കൈകൾ തട്ടി മാറ്റി. എന്തിനാ ദേവേട്ട ഇത്ര പേടി? ഞാൻ മരിച്ചു പോകുമെന്ന പേടിയാണോ? അതോ ഞാനിപ്പോൾ മരിക്കേണ്ടവളല്ല എന്ന് ഓർത്താണോ? ദേവൻ സ്തംഭിച്ചു പോയി. നീ എന്തൊക്കെയാ പറയുന്നത് അനഘെ? നിനക്ക് എന്തു പറ്റി? എനിക്കെല്ലാം മനസ്സിലായി ദേവേട്ട. നിങ്ങളുടെ ജാതകം, നിങ്ങളുടെ ദോഷം, പിന്നെ എൻ്റെ മരണം. ഇതിനെല്ലാം വേണ്ടിയല്ലേ നിങ്ങൾ എന്നെ ഈ വീട്ടിലേക്ക് കൊണ്ടുവന്നത്? 1 വർഷം തികയുമ്പോൾ ഞാൻ മരിക്കുമെന്നും അത് കഴിഞ്ഞ് നിങ്ങൾക്ക് മാളവികയെ വിവാഹം കഴിക്കാമെന്നും
അച്ഛനും മാളവികയും പ്ലാൻ ചെയ്തിട്ടില്ലേ? അനഘയുടെ ശബ്ദമിടറി. ദേവന്റെ മുഖം വിളറി വെളുത്തു. അവൻ ഒരു നിമിഷം നിശബ്ദനായി. അനഘ, എനിക്ക് സത്യമായിട്ട് അറിയില്ലായിരുന്നു. അച്ഛൻ പറഞ്ഞത് നിന്നെ വിവാഹം കഴിച്ചാൽ ദോഷമെല്ലാം മാറുമെന്നാണ്. ഞാൻ നിന്നെ ചതിച്ചിട്ടില്ല. പക്ഷെ ഇപ്പൊ നിങ്ങൾ അറിഞ്ഞല്ലോ. എന്നിട്ടും എന്താ നിങ്ങളൊന്നും മിണ്ടാത്തത്? എന്നെ ഇവിടുന്ന് രക്ഷിക്കണ്ടേ? അവൾ അലറിക്കരഞ്ഞു. ദേവൻ അവളെ ചേർത്ത് പിടിച്ചു. സത്യം ചെയ്യുന്നു അനഘ, നിനക്കൊന്നും സംഭവിക്കില്ല. ഈ ജാതകവും പ്രവചനവും ഒക്കെ വെറും അന്ധവിശ്വാസമാണെന്ന് ഞാൻ തെളിയിക്കും. നിന്നെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. പക്ഷേ മുകളിൽ തറവാടിന് ഉമ്മർത്ത് നിന്ന് മാളവിക അവരെ നോക്കി ചിരിക്കുകയായിരുന്നു. അവൾ ഒരു ചെറിയ കുപ്പിയിൽ എന്തോ ദ്രാവകം കയ്യിൽ കരുതിയിരുന്നു. ദേവ, നീ എത്ര ശ്രമിച്ചാലും വിധി നടപ്പിലാകും. ഈ രാത്രി അനഘയ്ക്ക് അവസാനത്തേതാകും. ഇന്ന് രാത്രി അനഘയ്ക്ക് നൽകിയ പാലിൽ മാളവിക വിഷം കലർത്തിയിരുന്നു. അനഘയത് കുടിക്കാൻ തുടങ്ങുമ്പോഴാണ് മുറിയിലേക്ക് ദേവൻ വന്നത്. അവനത് തടയാൻ നോക്കിയെങ്കിലും മാളവികയുടെ കണ്ണുകളിൽ വിജയാഹ്ലാദം തെളിഞ്ഞു. മുറിയിലെ നേർത്ത നിലാവെളിച്ചത്തിൽ വെളിച്ചം മാത്രം. അനഘയെ ആ പാലിന്റെ ഗ്ലാസ് ചുണ്ടോട് അടുപ്പിച്ചു. ജനാലയ്ക്ക് പുറത്തൊരു കാറ്റ് ആഞ്ഞു വീശി. പെട്ടെന്ന് മുറിയുടെ വാതിൽ വലിച്ചു തുറന്ന് ദേവൻ അകത്തേക്ക് കയറി. അവന്റെ മുഖത്ത് വല്ലാത്തൊരു വെപ്രാളമായിരുന്നു. അനഘ, കുടിക്കരുത്. ദേവൻ ഒച്ച വെച്ചു. അനഘ ഞെട്ടിപ്പോയി. അവളുടെ കയ്യിലിരുന്ന ഗ്ലാസ് തറയിൽ വീണ് ചിന്നി ചിതറി. വെളുത്ത പാൽ കറുത്ത തറയോടുകളിൽ പടർന്നു. അത്ഭുതമെന്ന് പറയട്ടെ, ആ പാലിൽ നിന്നും നേർത്ത നീല നിറത്തിലുള്ള പുക വീരുന്നത് അവർ കണ്ടു. മുറിയിലാകെ ഒരുതരം രൂക്ഷഗന്ധം പടർന്നു. ദേവേട്ട, ഇത്! അനഘ വിറയ്ക്കുന്ന വിരലുകളാൽ നിലത്തെ പാലിന് നേരെ ചൂണ്ടി. ദേവൻ ആ മുറിഞ്ഞു കിടക്കുന്ന ഗ്ലാസ് കഷ്ണങ്ങളിലേക്ക് നോക്കി. അവന് കാര്യം മനസ്സിലായി. ഇത് കേവലം ഒരു ജാതകദോഷമല്ല, മറിച്ച് മനുഷ്യനിർമ്മിതമായ മരണമാണ്. അവൻ വേഗത്തിൽ വാതിലിനടുത്തേക്ക് ചെന്നു. അവിടെ നിഴൽ ഒളിച്ചു നിൽക്കുകയായിരുന്ന മാളവികയെ അവൻ കണ്ടു. നിനക്ക് ഇത്രയും തരം താഴാൻ എങ്ങനെ കഴിഞ്ഞു മാളവിക? ദേവന്റെ ശബ്ദം മുഴങ്ങി. മാളവിക പതറാതെ മുന്നോട്ട് വന്നു. അവളുടെ കണ്ണുകളിൽ കൂടുതലധികം ഭ്രാന്ത് കലർന്നിരുന്നു. ഞാൻ ചെയ്തത് നിനക്ക് വേണ്ടിയാണ് ദേവ. ഇവൾ ഇവിടെ ഇരുന്നാൽ നീ മരിക്കും. നിന്റെ ആയുസിന് വേണ്ടിയാണ് ഞാൻ ഇവളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത്. ജോത്സ്യൻ പറഞ്ഞത് നീ മറന്നോ? ഇവൾ മരിക്കാതെ നിനക്ക് ജീവിതമില്ല. ഈ ബഹളം കേട്ട് രാഘവൻ നായരും അവിടേക്ക് ഓടിയെത്തി. നിലത്ത് പടർന്ന പാല് കണ്ടപ്പോൾ അയാളുടെ മുഖം വിളറി. മകന്റെ ജീവന് വേണ്ടി ഒരു പെൺകുട്ടിയെ ബലി കൊടുക്കാൻ അയാൾ സമ്മതിച്ചിരുന്നു. പക്ഷെ അതിങ്ങനെ ഒരു കൊലപാതകത്തിലൂടെ ആകുമെന്ന് അയാൾ കരുതിയിരുന്നില്ല. നിർത്തൂ മാളവിക, രാഘവൻ നായർ അലറി. നീ ചെയ്തത് തെറ്റാണ്. ജാതകം വിധിക്കുന്നത് ദൈവമാണ്, നമ്മളല്ല. അങ്കിൾ മിണ്ടാതിരിക്കെ. മാളവിക തിരിച്ചടിച്ചു. നിങ്ങൾക്കും ഇതല്ലേ വേണ്ടിയിരുന്നത്? ഇവൾ പോയാൽ ഉടനെ എന്നെ ദേവന് വിവാഹം കഴിച്ചു കൊടുക്കാമെന്ന് നിങ്ങൾ എനിക്ക് വാക്ക് തന്നതല്ലേ? അനഘ തകർന്നുപോയി. തന്നെ സ്നേഹിക്കുന്നുവെന്ന് കരുതിയ മാളവിക ഇത്രയും വലിയൊരു ചതിയാണ് ചെയ്തതെന്ന് അവർക്ക് വിശ്വസിക്കാനായില്ല. അവൾ ദേവന്റെ കൈയിൽ മുറുകെ പിടിച്ചു. ദേവേട്ട, എനിക്ക് പേടിയാവുന്നു. നമുക്ക് ഇവിടുന്ന് പോവാം, അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. ദേവൻ മാളവികയും അച്ഛനെയും പുച്ഛത്തോടെ നോക്കി. എന്റെ ജീവിതം ഒരു ജാതകത്തിന് വിട്ടുകൊടുക്കാൻ എനിക്ക് സൗകര്യമില്ല. ഇനി ഒരു നിമിഷം പോലും ഞാൻ ഈ തറവാട്ടിൽ നിങ്ങളോടൊപ്പം ഉണ്ടാവില്ല. വിധിയല്ല, എന്റെ ജീവിതം ഞാനാണ് തീരുമാനിക്കുന്നത്. അനഘയും കൂട്ടി ദേവൻ ആ രാത്രി തന്നെ പടിയിറങ്ങി. പുറത്തു മഴ കനത്ത് പെയ്യുന്നുണ്ടായിരുന്നു. കാറെടുത്തവൻ നഗരത്തിലെ ദേവന്റെ ഫ്ളാറ്റിലേക്ക് തിരിച്ചു. ആ യാത്രയിൽ ഇരുവരും മിണ്ടിയില്ല. അടുത്ത ദിവസം രാവിലെ ദേവൻ ആ പഴയ ജോത്സ്യനെ കാണാൻ തീരുമാനിച്ചു. ഇതിനു പിന്നിലെ യാഥാർത്ഥ്യ സത്യം അവൻ അറിയണമായിരുന്നു. ദേവൻ ജോത്സ്യന്റെ വീട്ടിലെത്തുമ്പോൾ അദ്ദേഹം പ്രാർത്ഥനയിലായിരുന്നു. പണിക്കരെ, സത്യം പറയണം, എന്റെ ഭാര്യയുടെ മരണം നിങ്ങൾ പ്രവചിച്ചത് ആരുടെ നിർദ്ദേശപ്രകാരമാണ്? ദേവൻ ഗൗരവത്തിൽ ചോദിച്ചു. ജോത്സ്യൻ ദീർഘമായി നിശ്വസിച്ചു. ദേവ, നീ സത്യം തിരിച്ചറിയാൻ സമയമായി. യഥാർത്ഥത്തിൽ നിന്റെ ജാതകത്തിൽ വലിയ ദോഷങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ മാളവികയുടെ ജാതകം നിന്റേതുമായി ചേരില്ലായിരുന്നു. മാളവിക നിന്റെ ഭാര്യയായാൽ അവൾക്ക് അപകടമുണ്ടാകുമെന്ന് കണ്ടപ്പോൾ നിന്റെ അച്ഛൻ പരിഭ്രാന്തനായി. മാളവികയെ രക്ഷിക്കാനും നിന്നെ അവളിൽ നിന്നും അകറ്റാതിരിക്കാനും നിന്റെ അച്ഛനും മാളവികയും ചേർന്നാണ് ഈ കളത്രദോഷത്തിന്റെ കഥ മെനഞ്ഞത്. മറ്റൊരു പെൺകുട്ടി വന്ന് അവൾക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ ദോഷം തീരുമെന്നും അവർ വിശ്വസിച്ചു. ദേവൻ സ്തംഭിച്ചുപോയി. അപ്പോൾ അനഘയ്ക്ക് അപകടമില്ലെന്നാണോ? അനഘയുടെ ജാതകം അതിശക്തമാണ്. അവൾ നിന്റെ ജീവിതത്തിലേക്ക് വന്നത് ഒരൈശ്വര്യമായിട്ടാണ്. അവളുടെ സാന്നിധ്യം നിന്റെ എല്ലാ തടസ്സങ്ങളും നീക്കും. അവളെ നിങ്ങൾ സ്നേഹത്തോടെ നോക്കിയാൽ മതി. വിധി അവളെ ഒന്നും ചെയ്യില്ല. ദേവന്റെ ഉള്ളിൽ നിന്നും ഒരു വലിയ ഭാരം ഒഴിഞ്ഞുപോയി. അവൻ വേഗത്തിൽ തിരികെ ഫ്ളാറ്റിലെത്തി. അനഘ ജനാലയ്ക്കിലിരുന്ന് പുറത്തേക്ക് നോക്കുകയായിരുന്നു. അനഘ, അവൻ അവളെ വിളിച്ചു. അവൾ തിരിഞ്ഞു നോക്കിയപ്പോൾ ദേവൻ അവളെ ചേർത്ത് പിടിച്ചു. നമുക്കിനി പേടിക്കാനൊന്നുമില്ല. ആ ജാതകവും പ്രവചനവും എല്ലാം തെറ്റായിരുന്നു. നീ എനിക്ക് ശാപമല്ല, വരദാനമാണ്. നമ്മൾ ജയിച്ചു. പക്ഷെ കഥ എവിടെ അവസാനിക്കുന്നില്ല. തറവാട്ടിൽ തനിച്ചായ മാളവിക തോൽക്കാൻ തയ്യാറല്ലായിരുന്നു. തൻ്റെ പദ്ധതികൾ പാളിയെങ്കിലും ദേവനെ നേടിയെടുക്കാൻ അവൾ അവസാനത്തെ അടവ് പയറ്റാൻ തന്നെ തീരുമാനിച്ചു. നഗരത്തിലെ ഫ്ളാറ്റിന്റെ ബാൽക്കണിയിൽ നിൽക്കുമ്പോൾ ദേവനും അനഘയും ഒരു വലിയ യുദ്ധം ജയിച്ച ആശ്വാസത്തിലായിരുന്നു. തറവാടിന്റെ കരുനിഴലുകളിൽ നിന്നും ആചാരങ്ങളുടെ ചങ്ങലകെട്ടുകളിൽ നിന്നും അവർ മോചിതരായിരിക്കുന്നു.
എന്നാൽ താഴെ നഗരത്തിന്റെ തിരക്കുകൾക്കിടയിൽ തങ്ങളെയും കാത്ത് മറ്റൊരു കൊടുങ്കാറ്റ് രൂപപ്പെടുന്നുണ്ടെന്ന് അവർ അറിഞ്ഞില്ല. തറവാട്ടിൽ മാളവിക ഒരു ഭ്രാന്തിയെപ്പോലെ അലറുകയായിരുന്നു. അവൾ ജയിക്കാൻ പാടില്ല. എൻ്റെ ജീവിതം തകർത്ത ആ പെൺകുട്ടി സന്തോഷത്തോടെ ജീവിക്കുന്നത് എനിക്ക് കാണണ്ട. രാഘവൻ നായർ മകന്റെ വേർപാടിൽ തളർന്ന് പൂജാമുറിയിൽ അടച്ചിരുന്നു. പണം കൊടുത്താൽ എന്തും ചെയ്യുന്ന ചില ഗുണ്ടകളെ മാളവിക ബന്ധപ്പെട്ടു. ജാതകം വഴി നടക്കാത്തത് ആയുധം കൊണ്ട് നടപ്പിലാക്കാൻ അവൾ തീരുമാനിച്ചു. അടുത്ത ദിവസം ദേവൻ ഓഫീസിലേക്ക് പോയ സമയം അനഘ വീട്ടിൽ തനിച്ചായിരുന്നു. പെട്ടെന്ന് ഡോർബെൽ മുഴങ്ങി. വാതിൽ തുറന്ന് അനഘ കാണുന്നത് തകർന്നു പോയ മുഖവുമായി നിൽക്കുന്ന മാളവികയാണ്. അനഘ, എന്നോട് ക്ഷമിക്കണം. ഞാൻ ചെയ്തതെല്ലാം തെറ്റാണെന്ന് എനിക്ക് മനസ്സിലായി. അങ്കിളാകെ തളർന്നു കിടപ്പാണ്. നിങ്ങളെ ഒന്ന് കാണണമെന്ന് അദ്ദേഹം പറഞ്ഞു. പ്ലീസ് എൻ്റെ കൂടെ വരണം, മാളവിക കരഞ്ഞുകൊണ്ട് പറഞ്ഞു. അനഘയുടെ മനസ്സലിഞ്ഞു. തന്നോട് ഇത്രയധികം ക്രൂരതകൾ കാട്ടിയവളാണെങ്കിലും ഒരു സ്ത്രീ എന്ന നിലയിൽ മാളവികയുടെ പശ്ചാത്താപം അവൾ വിശ്വസിച്ചു. ദേവനെ വിളിക്കാൻ ഫോൺ എടുത്ത് അനഘയെ മാളവിക തടഞ്ഞു. ദേവൻ ഇപ്പോൾ ബിസി മീറ്റിംഗിലല്ലേ, നമുക്ക് പോയിട്ട് വരാം. അവൻ വരുമ്പോഴേക്കും നീ തിരിച്ചെത്തും. അനഘ മാളവികയുടെ കൂടെ കാറിൽ കയറി. പക്ഷേ കാർ തറവാട്ടിലേക്കല്ല പോയത്. നഗരത്തിന് പുറത്തുള്ള വിജനമായ ഒരു കുന്നിൻ പ്രദേശത്തേക്കായിരുന്നു യാത്ര. അനഘയ്ക്ക് അപകടം മണത്തു. ചേച്ചി ഇങ്ങോട്ടല്ലല്ലോ വഴി? അനഘ പരിഭ്രമത്തോട് ചോദിച്ചു. മാളവികയുടെ മുഖത്തെ ഭാവം മാറി. അവൾ ക്രൂരമായി ചിരിച്ചു. നിനക്കുള്ള വഴി ഇതല്ല അനഘ, നിനക്കുള്ള വഴി മുകളിലേക്കാണ്. ജോത്സ്യൻ പറഞ്ഞത് നിന്റെ മരണം ഈ വർഷം ഉണ്ടാകുമെന്നാണ്. അത് ഞാൻ തന്നെ നടപ്പിലാക്കും. കുന്നിൻ മുകളിൽ കാറ് നിർത്തി. അവർ മാളവിക ഏർപ്പെടുത്തിയ ആൾക്കാർ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അനഘയെ അവർ പിടിച്ചു പുറത്തിറക്കി. മരണത്തെ മുഖാമുഖം കണ്ട ആ നിമിഷം അനഘയുടെ ഉള്ളിൽ ഭയത്തിന് പകരം ഒരു വല്ലാത്ത ധൈര്യം ജനിച്ചു. എന്നെ കൊന്നാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും മാളവിക ചേച്ചി? ദേവേട്ടൻ നിങ്ങളെ സ്നേഹിക്കുമെന്ന് കരുതുന്നുണ്ടോ? ഒരിക്കലുമില്ല. അദ്ദേഹം നിങ്ങളെ വെറുക്കും, അനഘ ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു. അതേസമയം ദേവൻ ഫ്ളാറ്റിലെ CCTV ദൃശ്യങ്ങൾ തന്റെ ഫോണിൽ പരിശോധിക്കായിരുന്നു. അനഘ മാളവികയുടെ കൂടെ പോകുന്നത് കണ്ടതും അവൻ ഞെട്ടി. അവൻ മാളവികയുടെ ഫോൺ ലൊക്കേഷൻ ട്രാക്ക് ചെയ്യാൻ തന്റെ സുഹൃത്തായ പോലീസ് ഓഫീസറെ വിളിച്ചു. കുന്നിൻ മുകളിൽ മാളവികയുടെ ആൾക്കാർ അനഘയെ അഗാധമായ താഴ്ചയിലേക്ക് തള്ളാൻ ഒരുങ്ങി. ഇന്ന് നിന്റെ അവസാനമാണ്, മാളവിക ആക്രോശിച്ചു. പെട്ടെന്ന് പോലീസ് ജീപ്പിന്റെ സൈറൻ മുഴങ്ങി. ദേവനും പോലീസും അവിടേക്ക് കുതിച്ചെത്തി. പോലീസിനെ കണ്ട ഗുണ്ടകൾ ചിതറിയോടി. മാളവിക രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും പോലീസ് അവളെ തടഞ്ഞു. ദേവൻ ഓടി വന്ന് അനഘയെ ചേർത്ത് പിടിച്ചു. അവൾ അവന്റെ നെഞ്ചിൽ ചാഞ്ഞു വിതുമ്പി. ദേവേട്ട, ഞാൻ കരുതി. ഒന്നും പറയേണ്ട അനഘ, എല്ലാം കഴിഞ്ഞു. ദേവൻ അവളെ ആശ്വസിപ്പിച്ചു. മാളവികയെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ടുപോയി. പോകുന്ന വഴിയിൽ അവൾ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു, നിങ്ങൾ അധികകാലം സന്തോഷിക്കില്ല, വിധി നിങ്ങളെ തേടി വരും. പക്ഷേ ദേവൻ അനഘയെ നോക്കി പുഞ്ചിരിച്ചു. വിധി എന്നത് നമ്മൾ എഴുതുന്നതാണ് അനഘ. സ്നേഹമുള്ളിടത്ത് ഒരു ജാതകത്തിന് നമ്മെ തോൽപ്പിക്കാനാവില്ല. മാസങ്ങൾ കടന്നുപോയി. അനഘ ഗർഭിണിയാണെന്ന വാർത്ത ആ തറവാട്ടിൽ ഒരു വലിയ മാറ്റം കൊണ്ടുവന്നു. പേരക്കുട്ടിയുടെ മുഖം കാണാൻ രാഘവൻ നായർ തന്റെ എല്ലാ വാശികളും വെടിഞ്ഞു നഗരത്തിലെത്തി. അദ്ദേഹം അനഘയുടെ മുൻപിൽ തലകുനിച്ചു. എന്നെ ശപിക്കരുത് മോളെ. അന്ധവിശ്വാസം എൻ്റെ കണ്ണ് മഞ്ഞ പിടിപ്പിച്ചു പോയി. നീയാണ് ഈ കുടുംബത്തിന്റെ ലക്ഷ്മി, അദ്ദേഹം നിറകണ്ണുകളോടെ പറഞ്ഞു. അനഘ അദ്ദേഹത്തിന്റെ കൈകൾ പിടിച്ചു. അച്ഛ, പഴയതെല്ലാം നമുക്ക് മറക്കാം, പുതിയൊരു ജീവിതം തുടങ്ങാം. കഥ അവസാനിക്കുമ്പോൾ തറവാടിന്റെ പൂമുഖത്ത് അനഘയും ദേവനും ഇരിക്കുകയാണ്. ജോത്സ്യൻ പറഞ്ഞ 1 വർഷം കഴിഞ്ഞിരിക്കുന്നു. അവർ സന്തോഷത്തോടെ ജീവിക്കുന്നു. വിധി എഴുതിയ കവടി നിരത്തിയ കൈകളേക്കാൾ കരുത്ത് സ്നേഹത്തോടെ പിടിച്ച കൈകൾ കാണുന്ന ലോകം തിരിച്ചറിഞ്ഞു. അവസാനിച്ചു. എഴുത്ത് നിള.